ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് 99 നൈറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണ് ഒരു ഏതോ ഈ ഭ്രാന്തം വൂൾഫ് കാരണം നമ്മൾ ചത്തട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയേക്കാം. ടെലിപ്പോർട്ടായ നമ്മൾ. അയ്യോ, ടെലിപ്പോർട്ടായി ഗൈസ്. അപ്പോൾ നമുക്കങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എല്ലാവരും കമൻ്റ് ഇട്ടോ മടിക്കാതെ. എന്താണ് തലയില്ലാത്ത മനുഷ്യരാ കണ്ടാലേ ഇങ്ങനെ കളിക്കണേ. ഇത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഡേ 1 തന്നെ കുറച്ച് മിഷൻസൊക്കെ തരും. ഈ സ്ക്രീൻ എപ്പോഴും ഇങ്ങനെ തന്നെ. അയ്യോ, ഇപ്പോൾ നീണ്ടുപോയി. ഓക്കെ ഇത് സെറ്റാ. ഇനി നമുക്ക് ചെയ്യാം ഗൈസ്. നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഇപ്പം ആക്സ് ഉണ്ട്, ബാഗും ഉണ്ട്. ബാഗെന്ന് വെച്ചാൽ 5 സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങോട്ട് ട്രീ വെച്ച് വേണ്ട ഗൈസ്. നമുക്ക് അപ്പം ബാഗ് എടുത്തിട്ട് ലോക്സ് അങ്ങോട്ട് കളക്ട് ചെയ്യാം. ഓടാ ഗൈസ്, തട്ടിക്കൊണ്ടുപോയി. ഫയർ 100%. നമ്മറിയാലോ ഇതിൽ ഈ ഫയർസ് എന്ന് വെച്ചാൽ ഈ ക്യാമ്പ് ഫയർ നമ്മൾ 100% ആക്കിയാൽ പിന്നെ കുഴപ്പമില്ല. ഈ മുയൽ ഓടിപ്പോ പിന്നെ നമ്മുടെ സ്ഥലമൊക്കെ എന്താണ് വീതിച്ചോളും ഗൈസ്. ഇവിടെ കുറെ വീടുകളുണ്ട് കേട്ടോ. നമുക്ക് ടോർച്ച് നല്ല എന്നാ പറയണ ഇത് പിന്നെയും 100 പിന്നെ നമുക്ക് പിന്നെയും ഇതാവൂലേ. അതെ യുവർ കറക്റ്റ് ആൻസർ മോർഷൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂട്ടുകാരൻ കളിച്ചപ്പോൾ നോക്കിയപ്പോൾ അകത്തൊരു ഫോക്സ്. അല്ലല്ല ഗൈസ്, ഇത് വീടല്ല, സത്യം പറഞ്ഞാൽ ഇതൊരു മൈനാണ്. ഫുള്ളായില്ല ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് ഫുള്ളാക്കാം. എൻ്റെ അനിയത്തി ഗുഡ് ആക്സ് ടേക്ക്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഗുഡ് ആക്സ് ഇട്ടിട്ടാ. നമുക്കിവിടെ കോളുണ്ട് ഗൈസ്. അപ്പം അയ്യോ, നൈറ്റ് അപ്രോച്ചിങ്. ഇവിടെ ബാക്കിൽ തന്നെ വുൾഫുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമുക്ക് ഗുഡ് ആക്സ് കിട്ടിട്ടോ. ഗുഡ് ആക്സിൻ്റെ ചിലപ്പോൾ അപ്ഗ്രേഡഡ് ഇതായിരിക്കും. അയ്യോ ഗൈസ്, ക്യാമ്പ് ഫയർ അങ്ങോട്ട് തീരാറായി. ആരെയും കാണാനില്ല ഗൈസ്. നമുക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അവിടെ എടുത്തേനെ കണ്ട. അവിടെ ഇടി രാത്രിയാടി, അതിനോടെ കാണാതില്ല. 3 20 ഫുഡ് കണ്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് നോക്കണം. 3 ഇത് നമുക്ക് ഇതൊക്കെ നോക്കാം. 5 ഫുഡ്. ഈ ബണ്ണി ട്രാപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ട്രേഡർ വന്നായിരുന്നില്ലേ ഇവിടെ കേട്ടോ. അത് എന്ന് വെച്ചാൽ ആ ബണ്ണി ഫുഡ് കിട്ടാൻ ഒരു ബണ്ണി ട്രാപ്പ് വേണം, എന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ആ മാന വല്ല പുല്ല് പറത്ത് കഴിക്കട്ടെ ഗൈസ്. 91 ലെവൽ 3 പ്രോഗ്രസ്സാ. എന്നുവെച്ചാൽ എന്താ പറയണ, നമുക്ക് ടോർച്ച് ഒക്കെ എടുക്കാനുണ്ട് കേട്ടാ. ടോർച്ച് എടുത്താലേ നമുക്ക് ഈ കുട്ടികളെയും എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. ടോർച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ കണ്ട അവൻ്റെ കണ്ട അതന്നെ ഞാൻ പറയാൻ വന്നു.
നമ്മുടെ ഒരു വുഡ് പോലും ഇല്ല ഗൈസ്. ഓ ഡേ ടു ഇത് ഞാൻ കണ്ടില്ല. അയ്യോ അയ്യോ ഗൈസ് നമ്മള് 2 വർഷം കരടിയല്ലേ കരടിയല്ല ഗൈസ്. വേറെ ദിവസമാണ് നമ്മളെ ആ സാധനത്തിൽ നമുക്ക് അങ്ങോട്ട് കൊന്നേക്കാം. അവന്റെ അടുത്ത് പോണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഇവനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇവനെ കണ്ട, ഇവനാണ് നമ്മുടെ ഇവിടുത്തെ ട്രേഡർ. ഇവനെ ട്രേഡറിന് കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇതേ ഡൈനോ കിഡ്, ഇവനെയാണ് നമുക്ക് മിസ്സായട്ടാ. അപ്പൊ ഇവനെ കണ്ടുപിടിക്കാനാണ്, ഈ മിസ്സിങ് ചിൽഡ്രനെ കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ വന്നേക്കണം. ഗൈസ് ഇവിടെ കുറെ പേര് താമസിച്ചിട്ടുണ്ടെന്ന് തോന്നട്ടാ. ചെസ്റ്റ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇതിലെന്തേലും ഉണ്ടാവാതിരിക്കൂല. അതെ എന്തോ റിമൂവ് ആമോ ഗൈസ്. ടേക്ക് റിവോൾവർ ടേക്ക്. നമുക്കിനി ഏതിൽ വെടി വെച്ച് കൊല്ലാന്ന്. അതെ ആൻസറാ. അതിന് ഞാൻ പരീക്ഷ എഴുതാനൊന്നും അല്ല വന്നേക്കണ ഗൈസ്. ഇവിടെ ഈ ചെസ്റ്റ് ഒക്കെ നോക്കണ, ഇതെന്തോ ഗുഡ്സാക്ക ഗൈസ്. 15 സാധനങ്ങൾ നമുക്ക് എടുക്കാം. നേരത്തെ 5 സാധനങ്ങളായിരുന്നു. എൻ്റെ മോനെ, നമ്മളിങ്ങനെ ഒരേ ഇതൊക്കെ ലെവലൊക്കെ കടന്നു പോകണം. അതാണ് നമ്മൾ 99 ദിവസം സർവൈവ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അത് ശരിയാണല്ലോ, ഞാൻ അക്കാര്യം മറന്നു തന്നെ പോയി. നമ്മളിവിടെ അടുത്തുള്ള മരം വല്ലതും വെട്ടാം. അതാണ് ഏറ്റവും നല്ലത്. മറ്റേ നമ്മുടെ ടീമില്ലേ, അവൻ മറ്റേ വുഡ് ക്യാമ്പ് ഫയറിന്റെ കാര്യം നോക്കണ്ട്. പിന്നെയും അയ്യോ, ഞാനെന്തിനാണ് ഇങ്ങനെയാണ് ഗൈസ്. എടാ ഗൈസ്, ഞാനെന്തിനാ ഇങ്ങനെ ചെയ്യണ ഗൈസ്. അയ്യോ, നമ്മുടെ ഒന്നും കഴിക്കാനുള്ള കേട്ടോ ഗൈസ്. നമുക്ക് എന്തിനു കഴിക്കാൻ. ഈ ബണ്ണിനെ പിടിച്ച് അങ്ങോട്ട് കൊല്ല. അയ്യോ ഗൈസ്, നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഈ രണ്ടാമത്തെ തീരെ അതെ നമുക്ക് ഫുഡ് അങ്ങോട്ട് സ്റ്റോർ ചെയ്തേക്കാം. സ്റ്റോർ മുയലിനെ നോക്കി നമുക്ക് നിൽക്കണ്ട. നൈറ്റ് എന്തായാലും അപ്രോച്ചഡായി. അൺസ്റ്റോർ സംവെയർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ് ഗൈസ്. ഈ മാൻ കുറച്ച് പവറാണ്. ഈ ബുൾസിനെ പോലെ അല്ല. അതെ ചിലപ്പോ നമുക്കിനി കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് അൺസ്റ്റോർ. നമുക്കിപ്പോ ബണ്ണി ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും. ബണ്ണി ട്രാപ്പ് ഉണ്ടാക്കാൻ അതേത് നമ്മൾ കഴിച്ചില്ല ഗൈസ്. നമ്മള് ഫുഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മള് സത്യം പറഞ്ഞ ഗൈസ്, ഇത് നമുക്ക് ബണ്ണിനെ ഉണ്ടാക്കണ ആവശ്യമുണ്ടോ? ബണ്ണി ഫ്രൂട്ട് ഇപ്പൊ മരം വെട്ടേണ്ട ആവശ്യമില്ല. എന്തായാലും ആ സാധനം വന്ന് പിടിച്ച പണി കിട്ടും. അതാ വേഗം ചെയ്തേക്കാം. ഗൈസ്, ഒരു വുഡ് ഇവിടെ ഇട്ടേക്കാം. എന്തായാലും ഇരിക്കട്ടെ. നമുക്ക് ഡേ 2 ആയി ഗൈസ്. ഇനി കുറച്ച് പേടിക്കണ്ട. നമുക്ക് ബണ്ണി ട്രാപ്പ് കണ്ടാ പറ്റും. ബണ്ണി ട്രാപ്പ്
വീട്ടിന്റെ ടൗൺ. ടൗൺ എവിടെയാണ് എന്റെ കുഞ്ഞി പെരിഞ്ഞി വയസ്സിന്റെ സൗണ്ട് വരുന്നുണ്ടല്ലോ. അങ്ങാട്ടേക്ക് ഉണ്ടട്ടാ. വീട് പോലെ നമുക്ക് അങ്ങാട്ടൊന്ന് ഇതാണെന്ന് തോന്നുന്നു ടൗൺ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും രാത്രി ആവുമ്പോ കയറണം. നീ പറഞ്ഞത് കറക്റ്റ് ആണ് പോയി. എന്തായാലും അല്ല അത് ശരിയാണ്ടാ. കണ്ട് അതിന് മുമ്പേ ഗൈസ് എനിക്ക് കാര്യമുണ്ട്. ചെസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അയ്യോ ഇവിടെ വുൾഫൊന്നും ഉണ്ടാവൂലെന്ന് പറഞ്ഞാൽ ഞാൻ കയറിക്കൊണ്ടിരിക്കണം ഗൈസ്. ഓപ്പണ്ടോ ഗൈസ്. ഇത് പറയണ പോലെയല്ല. ഇതെന്തോ ലാബാണെന്ന് തോന്നുന്നു. യു മസ്റ്റ് സ്റ്റാർട്ട് ഹാർഡ് മോഡ് ടു ദിസ് ക്രീറ്റ്. ഇത് തുറക്കാൻ എനിക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. നമുക്കിപ്പോ ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ടൊന്നുമില്ല, ഏണിയുണ്ട് ഗൈസ്. ഇനി ഇവിടെ താഴെയുണ്ട്. ചെയ്യാൻ പറ്റും. എന്തോ പണിയുണ്ട്. നൈറ്റ് എടുത്ത് രാത്രി വന്ന് ചെയ്യണമെന്ന് അങ്ങോട്ടില്ല. നമുക്കിപ്പോ പോവാ, അല്ലെങ്കിൽ നൈറ്റ് ആയ പണി കിട്ടും. ചാവണമെന്നുണ്ടാ. ആ കണ്ട ഞാൻ പറഞ്ഞില്ലേ. അയ്യോ ഫാണ് ഗൈസ്. ലൈഫ് നോക്കണ്ട. ഡെഡ് ഗൈസ്. ഇതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായി. നൈറ്റായി ഫോക്സ്. അയ്യോ ഗൈസ് നമ്മുടെ പിന്നെ എന്തിനായിരുന്നു ഡൈനോക്കിഡിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. That's so bad guys. ഇത് നമ്മളെവിടെ ജനിക്കുമെന്നാവോ? അല്ല, നമ്മളുടെ 3 വരെ ഇതുവരെ നമ്മളധികം പോയിന്നുള്ള കഴിവ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോ അടുത്ത വീഡിയോ